ഇപ്പോൾ ചേലക്കരയിൽ വിജയിച്ച UR പ്രദീപ് മാധ്യമങ്ങളോട്. ഇങ്ങനെ ജനങ്ങളെ മറ്റിച്ച് ചിന്തിക്കാൻ കഴിയാന്ന് വരെ ചിന്തിച്ചാണ് അല്ലെങ്കിൽ ആലോചിച്ചാണ് ആ പ്രചരണം പോലും അവർ നടത്തിയത്. ഇത്രയും വളരെ മോശമായ രീതിയിൽ ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ കഴിയുന്നവരെ നമ്മൾ ചില ഘട്ടത്തിൽ ആലോചിച്ചു. മതങ്ങളെല്ലാം ഉപയോഗിച്ചു. അതിന് വേണ്ടി ഈ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നോക്കി ജനം അതെല്ലാം തള്ളിക്കളഞ്ഞ് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2016 തെരഞ്ഞെടുപ്പിനേക്കാൾ അതിൻ്റെ ലീഡിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്നുകൊണ്ടാണ് ജനം ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. അതിൽ വ്യത്യസ്തമായിട്ട് ഈ മണ്ഡലം കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് കിട്ടിയില്ല. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സാധാരണക്കാരൻ്റെ ജീവിത വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നല്ല പോലെ ഇടപെട്ടിട്ടുണ്ട്. അത് ഇടപെടുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർ പറഞ്ഞത് ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അവർ ഒന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു പ്രതിനിധി വേണം, നിങ്ങളത് ഒന്നും കൂടെ ഊർജ്ജിതപ്പെടുത്തി തരാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്താൻ ഇവിടുന്ന് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പ്രതിനിധി വേണം എന്ന് അന്ന് മുതൽ ആവർത്തിച്ച് ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശരിയാണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു വികാരം അങ്ങനെ ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങൾ പലരും UR പ്രദീപ് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അദ്ദേഹം തന്നെ 2016 നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ 2021 കെ രാധാകൃഷ്ണൻ 39,000 ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. അതിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഉയർന്ന ഭൂരിപക്ഷമാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ അല്പസമയം മുൻപ് വിശദീകരിച്ചത്.